നമസ്തേ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണക്കോടി ഒരു അലങ്കാരമാണ്. അതിന് കൈത്തറിയുടെ ഈറ്റില്ലമായ ബാലരാമപുരം ഒരുങ്ങി നിൽക്കുകയാണ്. മലയാളിയുടെ ഓണം പുതുവസ്ത്രത്തിൻ്റെ വർണ്ണം കൂടിയാണ്. പല വർണ്ണങ്ങൾ ചേർത്ത് നൂലുനൂറ്റ് കച്ചകോർത്ത് നെയ്തെടുക്കുകയാണ് ആഗോള മലയാളികൾക്ക് വേണ്ടി ഓണക്കോടി. പലതരത്തിലും രൂപത്തിലുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. നൂലിൻ്റെ ഇഴ പോലെ കോർത്തെടുക്കുകയാണ് തെരുവിലെ ഓരോ നെയ്ത്തുകാരും അവരുടെ ജീവിതങ്ങൾ. ഓരോ നെയ്ത്തുകാർക്കും ഒരായുസിൻ്റെ അനുഭവമുണ്ട് പങ്കുവയ്ക്കാൻ.
നെയ്ത്തൊക്കെ നന്നായി പോകുന്നുണ്ട്. മുമ്പൊക്കെ എല്ലായിടവും നെയ്ത്തുണ്ടായിരുന്നു. ഇപ്പം നെയ്ത്ത് കുറവാ. ഇവിടെ 2-3 അടുത്തേ ഉള്ളൂ നെയ്ത്തായിട്ട്. ഈ പ്രായം ചെന്നവർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. 2-3 പേര്. ഒരു മുണ്ട നെയ്യുമ്പോൾ 245 രൂപ. രാവിലെ മുതൽ, അതായത് ഇപ്പോൾ ഒരു 10 മണിക്ക് വന്നാൽ 5 മണി വരെ എത്ര മുണ്ട നെയ്യാൻ പറ്റും? 5 മണി വരെ ആകുമ്പോൾ 1.5 മുണ്ട നെയ്യാൻ പറ്റുള്ളൂ. 1.5 മുണ്ട. 2 വരില്ല. ഇത് താരാണ്. ഇതാണ് ഇങ്ങനെ നെയ്യുമ്പോൾ ഇരുന്ന് വന്നുകൊണ്ടിരിക്കും. ഇത് ഒറ്റയായിട്ട് ഇങ്ങ് ചേരും. അടുത്തിങ്ങനെ വരുമ്പോൾ ഡബിൾ ആവും. ഡബിൾ മുണ്ടാണ്. 9 മുഴ ആകുമ്പോൾ ഇതുപോലെ കറങ്ങി ഇപ്പോൾ ഇത് കറങ്ങി ഇതിങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോൾ ഒരു ചിറ്റ, ഒരു മുഴ. അടുത്ത് ഇതുപോലെ 7 എണ്ണം അങ്ങനെ വരുമ്പോൾ 8 മുഴ. 8 മുഴ. ഒരു ഡബിൾ മുണ്ടാവും. 245 രൂപയ്ക്ക് ഒരു ദിവസം ഒരു മുണ്ട് നെയ്താൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇപ്പോഴത്തെ ഇതിൽ അങ്ങനെ പോകുന്നു. കുഴപ്പമില്ല. നെയ്ത്ത് പഠിച്ചത് ഇതുപോലെ ഞങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർ ഇതുപോലെ നെയ്ത്തിട്ട് നെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ വന്ന് ഇതുപോലെ താര് ചുറ്റാണ്. ഇതോ ഇരിക്കുമല്ലോ, അത് ചുറ്റി പഠിച്ച് അടുത്ത് ഇതിൻ്റെ ഇങ്ങനെ ഓരോ ഇട്ട് ഇങ്ങനെ അടിച്ച് അങ്ങനെ പഠിച്ചത്. ഇല്ല, നൂല് ഇതേതാ. കര മാത്രം വേറെ വെട്ടും. ഇതുപോലെ കര വെട്ടി എടുക്കുക. അതല്ലാതെ കശുവ. ഓ, നെയ്തെടുത്ത വസ്ത്രങ്ങൾ ആധുനിക സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചാണ് വിപണിയിലേക്ക് ഒരുക്കുന്നത്. സങ്കടവും സന്തോഷവും അനുഭവവുമെല്ലാം ഇഴചേർത്ത ബാലരാമപുരത്തെ കൈത്തറി തെരുവിലെ നെയ്ത്തുകാർ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ പിന്നെ വിപണിയിലാണ്.
തുണി വിപണന രംഗത്ത് നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കൈത്തറി വസ്ത്രങ്ങൾക്കായി മാത്രം ആൾക്കാർ വരുന്നത് പ്രതീക്ഷ തന്നെ എന്നാണ് വ്യാപാരികൾ പറയുന്നത്. നമ്മളിപ്പോൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ആൾക്കാർ നോർമലി ഇപ്പോൾ ബാലാരം കൈത്തറി ചെയ്യുന്ന 3-4 വെറൈറ്റീസേ ഉള്ളൂ. നേരിയത്, മുണ്ടും സാരി, മുണ്ടും നേരിയതും, അങ്ങനെയുള്ള കുറച്ച് സാധനമേ ഉള്ളൂ. ഇതിൽ നിന്ന് എന്ത് വെറൈറ്റി ഉണ്ടാക്കാമെന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പുതിയ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുർത്ത പീസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അത് നമ്മൾ മുണ്ട് കൈലി മുണ്ടായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിന് നമ്മളിപ്പോൾ കുർത്തയായി വിയർ ചെയ്യാൻ ഭയങ്കര സുഖമുണ്ട്. ആ രീതിയിൽ അത് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഡിസൈൻ ഇപ്പോൾ പിക്ചേഴ്സ് എംബോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ വെറൈറ്റി എന്തൊക്കെ രീതിയിൽ മോഡേൺ ആക്കാൻ പറ്റും ആ രീതിയിലെല്ലാം ചെയ്തു വരുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലാതെ സ്ഥിരം ചെയ്യുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരാൾക്ക് നിന്നെ ഡിസൈനിൽ ഇത് സാരി വേണമെന്ന് പറയുമ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡിസൈനിൽ കാര്യങ്ങളെല്ലാം കൊടുക്കും, അവരത് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടുവരും. അവർക്ക് അവരുടെ നൂലിൻ്റെയും പാവിൻ്റെയും അവരുടെ കൂലിയും കൊടുക്കും. അത് നമ്മളിവിടെ വന്നിട്ട് കസ്റ്റമറിന് കൊടുക്കും. അതിൽ ബൾക്ക് ഓർഡേഴ്സ് ഉണ്ടാകും. ഇപ്പം കല്യാണത്തിന് ഒരേപോലെ എല്ലാവർക്കും പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് ആ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ്ഡ് സാധനം കൊടുക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് കാരണം കൈത്തറി തൊഴിലാളികളുടെ കാര്യം ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഇതിൽ 2 രീതിയിലാണ്. ഒന്ന് ഹാൻഡ്ലൂം ചെയ്തെടുക്കുന്ന, കൈകൊണ്ട് ചെയ്തെടുക്കുന്ന മെഷീൻ ലൂം, പവർ ലൂം എന്ന് പറയുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള വാക്കല്ല അതിന് വേണ്ടത്. അതിന് മെഷീൻ ലൂം, മെഷീനിൽ ചെയ്തെടുക്കുന്നത്, അതിന് കോസ്റ്റ് കുറഞ്ഞ് നിൽക്കും. എന്തായാലും പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത് ഹാൻഡ്ലൂം തന്നെയാണ്. അതിനാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷേ വരുന്ന എല്ലാവർക്കും റേറ്റ് കുറഞ്ഞിരിക്കണം, കുറഞ്ഞ വിലയ്ക്ക് വേണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരെ പവർ ലൂം സാധനത്തിലേക്ക് പോകും. കഴിഞ്ഞ കുറേ കാലമായിട്ട് മഞ്ഞക്കോടിയും ഹാൻഡ്ലൂം തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും അതും റേറ്റ് കുറച്ചിട്ട് സാധനം വരുന്നുണ്ട്. കാരണം ഒന്ന് നമ്മുടെ കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ പവർലൂം ഉൽപ്പാദിപ്പിക്കാൻ അനുവാദം ചെറുതായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായൊന്നും ആയിട്ടില്ല. ഹാൻഡ്ലൂമിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. പുറമേ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് കേരളമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്നതാണ്. ഇപ്പം നെയ്ത് തരാൻ തന്നെ ആൾക്കാർ കുറവാണ്. ഓണം വരുന്ന സമയത്തേക്കും ഹാൻഡ്ലൂം പ്രോഡക്ട്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. കാലത്തിൻ്റെ മാറ്റം കൈത്തറിയിലുമുള്ളത് വാങ്ങാനെത്തുന്നവർക്കും ആവേശമാണ്. ബാലരാമപുരത്തെ കൈത്തറി മുണ്ടെന്ന് പറഞ്ഞാൽ അമ്മമാർക്കൊക്കെ ഒരു പ്രത്യേകതയാണത്. അത് വർഷങ്ങളായിട്ട് കീറാതിരിക്കുന്നു, അതതിൻ്റെ ഒരു പ്രത്യേകത. അത്രയ്ക്കുള്ള ക്വാളിറ്റിയാണ്. കണ്ണടച്ച് മേടിച്ച് കൊണ്ടു കൊടുക്കുക. മേടിക്കുന്ന അമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം പുതിയ സാധനങ്ങൾ നമ്മൾ ഉടുപ്പും കാണാത്ത വെറൈറ്റികളൊക്കെ വരുന്നു. പുതിയ ട്രെൻഡിലോട്ട് ബാലരാമപുരം മാറിക്കുന്നു. ഡിജിറ്റൽ പ്രിൻറ്റ് വരെ ഇവിടെ കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്തു തരാമെന്ന് വരെ പറയുന്നുണ്ട്. പിന്നെ അവർക്ക് വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. ബാലരാമപുരം കൈത്തറി ഉടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകതയല്ലേ. നമ്മുടെ അടുത്ത് കിടക്കുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് ഓടി ഇങ്ങോട്ട് വരാം. അധികം ദൂരമൊന്നുമില്ല. ഓടി വന്ന് മേടിച്ചോണ്ട് പോകുമ്പോൾ നാട്ടിൽ കൊണ്ടുപോകും. സന്തോഷം. സെലക്ഷനൊക്കെ കൊള്ളാം. പിന്നെ വേറെ ഒരിടത്ത് ഇതുപോലത്തെ സെലക്ഷൻ കാണൂലല്ലോ. ഈ ഹാൻഡ്ലൂം പ്രത്യേകിച്ച് ഇവിടെയാണ് കൊള്ളാം. നല്ല ഇത് വിലയൊക്കെ ഇത്തിരി കുറവുണ്ട്. പിന്നെ സെലക്ഷൻ ഒവ്വൊരു ഓണത്തിനും പുതിയ കളക്ഷൻ വരാറുണ്ട്. അടിപൊളി സെലക്ഷനാണ്, നല്ല സെലക്ഷനാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ട സെലക്ഷൻസ് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഹാൻഡ്ലൂമിൽ വെറൈറ്റി ഡിസൈൻസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ടിഷ്യൂവിൽ തന്നെ ആയിരുന്നാലും കോട്ടണിൽ തന്നെ ആയിരുന്നാലും നല്ല ഹെവി ഡിസൈന് നമ്മൾ ഒരു പാർട്ടി വെയറൊക്കെ ഇടാൻ വേണ്ടി പറ്റിയ നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നു.
സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓരോ പൊന്നോണവും മലയാളികൾക്ക് 1000 അനുഭവങ്ങളുടെ നിറക്കൂട്ടുകൾ കൂടിയാണ്. ബാലരാമപുരത്തിൻ്റെ കസവിൻ്റെ പകിട്ടുകൂടിയാണ് ഇത്തവണത്തെ ഈ പൊന്നോണം. എല്ലാവർക്കും ജനൻ ടി വിയുടെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. നന്ദി, നമസ്തേ.